അസ്സലാമലൈക്കും. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നരകമുണ്ട് എന്ന് പറയുന്ന ഖുറാനിലെ ചില ഭാഗങ്ങളാണ് എടുക്കാൻ പോകുന്നത്. അധ്യായം സുമർ 39 59 മുതലാണ് പറയാൻ പോകുന്നത്. അതെ, തീർച്ചയായും എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നെത്തുകയുണ്ടായി. അപ്പോൾ നീ അവയെ നിഷേധിച്ച് തള്ളുകയും അഹങ്കരിക്കുകയും സത്യനിഷേധികളുടെ കൂട്ടത്തിലാവുകയും ചെയ്തു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞവരുടെ മുഖങ്ങൾ കറുത്തിരുണ്ടതായി നിനക്ക് കാണാം. നരകത്തിലല്ലയോ അഹങ്കാരികൾക്കുള്ള വാസസ്ഥലം. സൂക്ഷ്മത പുലർത്തിയവരെ രക്ഷപ്പെടുത്തി അവർക്കുള്ള സുരക്ഷിത സ്ഥാനത്ത് അള്ളാഹു എത്തിക്കുകയും ചെയ്യും. ശിക്ഷ അവരെ സ്പർശിക്കുകയില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു. അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കൈകാര്യകർത്താവാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും താക്കോൽ അവൻ്റെ അധീനത്തിലാകുന്നു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരാരോ അവർ തന്നെയാകുന്നു നഷ്ടക്കാർ. പറയുക, വിവരം കെട്ടവരെ, അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ ഞാൻ ആരാധിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? തീർച്ചയായും നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത് ഇതത്രേ. അള്ളാഹു നീ പങ്കാളികളെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിന്റെ കർമ്മം നിഷ്ഫലമായി പോയിരിക്കും. തീർച്ചയായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിലാവുകയും ചെയ്യും. 67 പറയുന്നത്, അള്ളാഹുവെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ഭൂമി മുഴുവനും അവൻ്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. ആകാശങ്ങൾ അവൻ്റെ വലതു കൈയിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടവയായിരിക്കും. അവൻ അത്രേ പരിശുദ്ധൻ, അവൻ പങ്കു ചേർക്കുന്നതിനെല്ലാം അവൻ അതീതനായിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് യഥാർത്ഥ സത്യം. ഈ ഒരു സത്യത്തെ അംഗീകരിക്കാഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ കൈകളെന്ന അംശം തന്നെയല്ലേ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ചെയ്യുന്നതും. ഭൂമി അവൻ്റെ കൈകളിൽ തന്നെയാണ്. നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതും എല്ലാം അതുമായി ബന്ധപ്പെട്ടാണ്. എല്ലാത്തിനും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതൊക്കെ അവൻ്റെ കൈകളെന്ന അംശമാണെന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ തെളിവ് തന്നു. അതൊക്കെ തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. അന്ന് നിഷേധിച്ചവർക്ക് നരകമാണ്, അവരുടെ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്ന്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കാണുന്ന ഓരോ വ്യക്തിയും യഥാർത്ഥ സത്യമാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് നിഷേധിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക.